നമസ്കാരം കൂട്ടുകാരെ, 2013 പുറത്തിറങ്ങിയ ചലച്ചിത്രം ഔട്ട് ഓഫ് ദ ഫർണസിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഹാർലാൻ ഡേക്രോട്ട് എന്നുപേരുള്ള വളരെ ക്രൂരനായ ന്യൂജേഴ്സിയിലെ ഒരു ഗ്യാങ്സ്റ്റർ ലീഡറെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഹാർലൻ അന്ന് തന്റെ ഗേൾഫ്രണ്ടിനൊപ്പം ഒരു പാർക്കിംഗ് തിയേറ്ററിൽ സിനിമ കാണുകയായിരുന്നു. ഏതോ ഒരു കാര്യം സംസാരിച്ചപ്പോ ഗേൾഫ്രണ്ട് ഹാർലാനെ കളിയാക്കി. ഹാർലാൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഗേൾഫ്രണ്ടിനെ ഹാർലാൻ ക്രൂരമായി മർദ്ദിച്ചു. അത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ഹാർലാൻഡിന്റെ ഗേൾഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്ത് ചോദ്യം ചെയ്യുവാൻ ഹാർലാന്റെ അടുത്തെത്തി. പക്ഷേ ഹാർലാന് അത് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ചോദ്യം ചെയ്യാനെത്തിയ വ്യക്തിയെ ഹാർലാൻ ക്രൂരമായി മർദ്ദിച്ചു. ആ വ്യക്തിയുടെ ഭാര്യ കരൻ അപേക്ഷിച്ചെങ്കിലും ഹാർലാൻ അവരെ വെറുതെ വിട്ടതേയില്ല. കഥ അവിടെ നിന്നും മില്ലിൽ ജോലി ചെയ്യുന്ന റസൽ എന്ന വ്യക്തിയിലേക്ക് തിരിയുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് പോരുന്ന വഴിയിൽ തന്റെ സഹോദരൻ റോട്ട്നിയുടെ കാർ ഒരു ബെറ്റിംഗ് ഇടത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. റസൽ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കുതിര പന്തയത്തിൽ തോറ്റ് റോട്ട്നി നിൽക്കുന്നതായിരുന്നു. റസൽ തന്റെ സഹോദരന്റെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചു. ഈ ബെറ്റൊക്കെ വെക്കാൻ നിനക്ക് എവിടെ നിന്നാടാ പണം എന്നവൻ റോട്ട്നിയോട് ചോദിച്ചു. ജോൺ പെറ്റി എന്നു പേരുള്ള ഒരു വട്ടിപ്പലിശക്കാരന്റെ അടുത്തു നിന്നും താൻ കടം വാങ്ങിയതാണ് എന്നായിരുന്നു റോട്ട്നിയുടെ മറുപടി. പണം കടമെടുത്തു പോലും ചൂത് കളിക്കുന്ന റോട്ട്നിയുടെ ആ പെരുമാറ്റത്തിൽ റസലിന് അരിശം വന്നിരുന്നു. പക്ഷേ അവൻ ആകെ സ്നേഹിക്കാനുള്ള, അവന്റെ അടുത്ത ബന്ധുവെന്ന് പറയാനുള്ള ഒരേ ഒരു വ്യക്തി റോട്ട്നിയാണ്. അതുകൊണ്ട് ആ അരിശം റസൽ ഉള്ളിലൊതുക്കി. റസൽ പിന്നീട് സുഖമില്ലാതെ കിടക്കുന്ന അച്ഛന്റെ അടുത്തേക്ക് പോവുകയാണ്. അച്ഛൻ അടുത്തെത്തി കുറച്ചു സമയം അവൻ ചിലവഴിച്ചു. അടുത്ത ദിവസം പകലിൽ റോട്ട്നിയെ കാണുവാൻ റസൽ അവന്റെ വീട്ടിലേക്ക് ചെന്നു. മിലിറ്ററി യൂണിഫോമിൽ ജോലിക്ക് പുറപ്പെടാൻ റോട്ട്നി തയ്യാറായി നിൽക്കുകയായിരുന്നു. ചൂതുകളിയൊക്കെ ഉണ്ടെങ്കിലും റോട്ട്നി ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അധികം വൈകാതെ ഇറാഖിലേക്ക് താൻ അസൈൻ ചെയ്യപ്പെടുമെന്നും അവിടെയാണ് ഇനി ജോലി ചെയ്യേണ്ടി വരിക എന്നും റോട്ട്നി റസലിനോട് പറയുന്നുണ്ട്. പക്ഷേ പോകുന്നതിനു മുമ്പ് ജോൺ പെറ്റിയുടെ കടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയും വേണം. തന്റെ അനിയൻ കഷ്ടപ്പെടരുത് എന്നുണ്ടായിരുന്ന റസൽ അതോടെ ജോൺ പെറ്റിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇല്ലീഗൽ ഇടപാടുകളും സ്വന്തമായി ബാറും ഒക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ജോൺ പെറ്റി. റസൽ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ജോൺ പെറ്റിയും വേറെ ഒരു ഗസ്റ്റും തമ്മിൽ അല്പം വാക്കുതർക്കം നടക്കുകയായിരുന്നു. ആ ഗസ്റ്റ് ആകട്ടെ ന്യൂജേഴ്സി ഗ്യാങ്സ്റ്റർ തലവൻ ഹാർലാൻ ആയിരുന്നു. അവർ തമ്മിൽ എന്തോ ഇടപാടുണ്ട് എന്നവിടെ വെച്ച് വ്യക്തമാകുന്നു. റസൽ അകത്തേക്ക് അനുവാദം ചോദിക്കാതെ തന്നെ കടന്നു ചെന്നു. ഹാർലാന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഹാർലാൻ അതിനെ എതിർത്ത് സംസാരിക്കുക പോലും ഉണ്ടായി. എന്തായാലും റസൽ അതൊന്നും കാര്യമാക്കിയില്ല. ജോൺ പെറ്റിക്ക് താൻ കൊണ്ടുവന്നിരുന്ന കുറച്ച് പണം കൊടുത്ത് തന്റെ അനിയൻ റോട്ട്നിയുടെ ബാക്കി കടം കൂടി താൻ അടച്ചു തീർത്തോളാമെന്നും അതിന് തനിക്ക് കുറച്ച് സാവകാശം തരണമെന്നും അയാളോട് പറഞ്ഞു. ജോൺ പെറ്റിക്കും അതിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ താൻ ഈ പണം തന്ന കാര്യവും മറ്റും റോട്ട്നി അറിയണ്ട എന്നും പ്രത്യേകം അവൻ എടുത്തു പറഞ്ഞിരുന്നു. അന്ന് രാത്രിയിൽ ജോൺ പെറ്റിയുടെ ബാറിൽ നിന്ന് 2 ഡ്രിങ്കൊക്കെ കഴിച്ച ശേഷമായിരുന്നു റസൽ തിരികെ പോന്നത്. കാർ ഓടിച്ച് ഓരോന്ന് ആലോചിച്ച് റസൽ വന്നുകൊണ്ടിരിക്കെ റസലിന്റെ കാർ ഒരു അപകടത്തിൽപ്പെട്ടു. ബ്രേക്ക് ചവിട്ടാൻ റസലിന് സാധിക്കുന്നതിന് മുമ്പേ അപകടം സംഭവിച്ചിരുന്നു. ആ കാർ അപകടത്തിൽ ഒരു സ്ത്രീയും അവരുടെ മകളും കൊല്ലപ്പെട്ടു. റസൽ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. മദ്യപിച്ചിരുന്നതുകൊണ്ടുകൂടി റസലിനെതിരെ തെളിവുകൾ വന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയുടെ പേരിൽ 8 കൊല്ലത്തോളം അവന് തടവ് ശിക്ഷ വിധിക്കപ്പെടുകയാണ്. അവൻ ജയിലിലായ ശേഷം ഇടയ്ക്കിടയ്ക്ക് റോട്ട്നി വിസിറ്റ് ചെയ്യാൻ വരുമായിരുന്നു. പക്ഷേ റോട്ട്നിയുടെ ഗേൾഫ്രണ്ട് ലെനയോ അച്ഛനോ അവനെ കാണാൻ ഒരിക്കൽ പോലും വന്നതേയില്ല. ഒരു ദിവസം ജയിലിലെത്തിയ റോട്ട്നി താൻ വൈകാതെ ഇറാഖിലേക്ക് പോകുമെന്നും ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ സാധിക്കില്ല എന്നും റസലിനോട് പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. റോട്ട്നി തന്റെ ഇറാഖിലെ സേവനങ്ങൾ കഴിഞ്ഞ് തിരികെ പോന്നു. റസൽ ജയിലിലെ പ്രശ്നങ്ങളെ അതിജീവിച്ച് കൊല്ലങ്ങൾ തള്ളി നീക്കി. വർഷങ്ങൾക്ക് ശേഷം റോട്ട്നി റസലിനെ കാണാൻ വന്നു. ആ സമയത്താണ് അവരുടെ അച്ഛൻ മരണപ്പെട്ട കാര്യം റോട്ട്നി റസലിനെ അറിയിക്കുന്നത്. അത് കേട്ട് റസൽ ഏറെ ദുഃഖിച്ചിരുന്നു. റസലിനെ സംബന്ധിച്ച് അവസാനിക്കുന്ന ഒരേ ഒരു ബന്ധുവും കുടുംബവും റോട്ട്നി മാത്രമായി മാറുകയായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്കൊടുവിൽ റസൽ ജയിലിൽ നിന്നും മോചിതനായി. തന്റെ സഹോദരനെ സ്വീകരിക്കാൻ റോട്ട്നി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ റസൽ നേരെ പോയത് തന്റെ അച്ഛന്റെയും അമ്മയുടെയും കല്ലറയിലേക്കായിരുന്നു. അവിടെ സന്ദർശനം നടത്തി പ്രാർത്ഥിച്ച അവൻ അവിടെ നിന്നും തിരികെ പോന്നു. അടുത്തതായി റസലിന് തന്റെ ഗേൾഫ്രണ്ട് ലെനയെ കാണണമായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഇടത്ത് പോയി അവൻ അവളുടെ പുതിയ ബോയ്ഫ്രണ്ട് ആരാണ് എന്ന് മനസ്സിലാക്കി. പോലീസ് ഓഫീസർ വെസ്ലി ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ റസൽ ദൂരെ നിന്ന് അവരെ നോക്കിക്കണ്ടതേയുള്ളൂ. ലെനയ്ക്കടുത്തേക്ക് അവൻ പോയതേയില്ല. കുറച്ച് ദിവസങ്ങളങ്ങ് കടന്നുപോയി. കഷ്ടത നിറഞ്ഞ ജീവിതം അങ്ങനെ മുമ്പോട്ടു പോകുന്നതിനിടയിൽ റസലിന് വീണ്ടും തന്റെ പഴയ സ്റ്റീൽ മില്ലിലെ ജോലി തിരിച്ചു കിട്ടുകയാണ്. പക്ഷേ മിലിറ്ററിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയിരുന്ന റോട്ട്നി തന്റെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ പോയിരുന്നു. ചൂതാട്ടത്തിൽ വലിയ കടക്കണി തന്നെ റോട്ട്നിക്കുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ജോൺ പെറ്റിക്ക് വേണ്ടി ഇല്ലീഗൽ ഫൈറ്റിലും മറ്റും അവനിപ്പോൾ പങ്കെടുക്കുകയാണ്. അന്നും പതിവ് പോലെ
ജോൺ പെറ്റിക്ക് വേണ്ടി റോഡ്നി ഒരു ഫൈറ്റിൽ പങ്കെടുത്തു. ആ ഇല്ലീഗൽ ഫൈറ്റിൽ മാച്ച് ഫിക്സ് ചെയ്യപ്പെട്ടിരുന്നതുപോലെ റോഡ്നി തോറ്റുകൊടുക്കുകയായിരുന്നു വേണ്ടത്. അതുപോലെ തുടക്കത്തിലൊക്കെ റോഡ്നി പ്രവർത്തിച്ചെങ്കിലും എതിരാളി റോഡ്നിയുടെ അമ്മയെ അപമാനിച്ച് സംസാരിച്ചതോടെ റോഡ്നിയുടെ പിടിവിട്ടു. എതിരാളിയെ കണക്കിന് മർദ്ദിച്ച് നിയന്ത്രണം വിട്ട റോഡ്നി അടിച്ചു വീഴ്ത്തുകയാണ്. അതോടെ മാച്ച് ഫിക്സ് ചെയ്തിരുന്നത് മുഴുവൻ പൊളിഞ്ഞു. അതോടെ ജോൺ പെറ്റിക്ക് അടുത്തുനിന്ന് റോഡ്നിക്ക് വലിയ ശകാരങ്ങളും കേൾക്കേണ്ടി വന്നു. റോഡ്നിയെ ഈ പണിക്ക് കൊള്ളില്ലെന്നും നിന്റെ ചേട്ടനെ പോലെ വല്ല സാധാ ജോലിക്കും പോയി പണമുണ്ടാക്കി കടം വീട്ടാൻ നോക്ക് എന്നുമായിരുന്നു ജോൺ പെറ്റി പറഞ്ഞത്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഫൈറ്ററിനും വിജയിക്കാൻ സാധിക്കില്ല എന്നും ജോൺ പെറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. പക്ഷേ റോഡ്നിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ജോലിയിലേക്ക് പോവൽ അവന് സാധ്യമായിരുന്നില്ല. യുദ്ധമുഖത്തെ ട്രോമകളും മറ്റും അവന്റെ ഉള്ളിൽ വല്ലാതെ കുടികൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കടം വീട്ടുവാൻ വേണ്ടി ഏതെങ്കിലും വലിയൊരു ഫൈറ്റ് സംഘടിപ്പിക്കുവാൻ ജോൺ പെറ്റിയോട് റോഡ്നി അപേക്ഷിച്ചു. ആ ഒരൊറ്റ ഫൈറ്റ് കൊണ്ട് എല്ലാ കടങ്ങളും ഇല്ലാതാവണം എന്ന് റോഡ്നി ജോൺ പെറ്റിയോട് ആവശ്യപ്പെട്ടു. അന്ന് വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ തന്റെ സഹോദരന്റെ തല്ലുകൊണ്ട മുഖം കണ്ട് റസൽ അല്പം അസ്വസ്ഥനാകുന്നുണ്ട്. പക്ഷേ കൂടുതലായി കുത്തിച്ചോദിക്കാൻ റസൽ ഒരുക്കമായിരുന്നില്ല. അധികം സംസാരിക്കാൻ താല്പര്യമില്ലാതെ റോഡ്നിയും തന്റെ മുറിയിലേക്ക് പോയി. പിറ്റേന്ന് വേസ്റ്റ് ഇടുന്ന സമയത്ത് വേസ്റ്റിലുണ്ടായിരുന്ന രക്തം പുരണ്ട ഹാൻഡ് ബാൻഡേജുകൾ റസൽ കാണുകയാണ്. റോഡ്നി അതോടെ ഇല്ലീഗൽ ഫൈറ്റിൽ പങ്കെടുക്കാൻ പോയി എന്ന് റസൽ സ്വയമേ തിരിച്ചറിയുന്നു. റസൽ അതോടെ സഹോദരൻ റോഡ്നിയോട് സംസാരിച്ചു. ഈ ഇല്ലീഗൽ ഫൈറ്റ് ഒന്നും ശരിയാവില്ലെന്നും ഇതൊക്കെ അവസാനിപ്പിച്ച് തന്റെ കൂടെ മെറ്റൽ ഫാക്ടറിയിൽ വന്ന് ജോലി ചെയ്യാനും ഫൈറ്ററെ പോലെ കുറെ പണം കിട്ടില്ലെങ്കിലും നന്നായി ജീവിക്കാനുള്ള പണം കിട്ടുമെന്നും സമാധാനമുണ്ടാകുമെന്നും റസൽ റോഡ്നിയെ ഉപദേശിച്ചു. പക്ഷേ റോഡ്നിയാകട്ടെ ചേട്ടനോട് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. തന്റെ ശരീരത്തിലെ യുദ്ധത്തിലുണ്ടായ മുറിപ്പാടുകളൊക്കെ കാണിച്ച് അത് തനിക്ക് തന്ന ട്രോമകളെപ്പറ്റിയും ജീവിതം തനിക്കിപ്പോൾ ഒരു കുന്തവുമല്ല എന്നുമൊക്കെ റോഡ്നി സംസാരിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞ് റോഡ്നി വീണ്ടും ജോൺ പെറ്റിയെ ചെന്ന് കണ്ടു. തന്നെ ഏതെങ്കിലും വലിയ ഫൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അതോടെ എല്ലാ കടവും ഇല്ലാതാകണം എന്നും മരിക്കാൻ വരെ സന്നദ്ധത അറിയിച്ച് റോണി ജോൺ പെറ്റിയോട് പറഞ്ഞു. ഒരു ഫൈറ്റ് ഉണ്ടെന്നും പക്ഷെ ആ ഫൈറ്റ് നടത്തുന്നവർ വളരെ ക്രൂരന്മാരായ വ്യക്തികളാണെന്നും കാര്യങ്ങൾ വളരെ അപകടം പിടിച്ചതാണെന്നും ജോൺ പെറ്റി റോഡ്നിയെ വാൺ ചെയ്തു. അതിലൊന്നും രജിസ്റ്റർ ചെയ്യാൻ റോഡ്നി പോകണ്ട എന്നും പറഞ്ഞു നിന്നെങ്കിലും റോഡ്നി നിർബന്ധം പിടിച്ചതോടെ ജോൺ പെറ്റി റോഡ്നിയെ ആ ഫൈറ്റിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണ്. പിന്നാലെ ജോൺ പെറ്റി ഹാർലാനെ വിളിച്ചു. ന്യൂജേഴ്സിയിലെ ഗ്യാങ്സ്റ്റർ തലവനായ ഹാർലാനെ തന്നെ. ഹാർലാന്റെ കീഴിലായിരുന്നു ആ ഇല്ലീഗൽ ഫൈറ്റ് അരങ്ങേറുന്നത്. റോഡ്നിയുടെ രജിസ്ട്രേഷനെ പറ്റിയും മറ്റു കാര്യങ്ങളും ഹാർലാനുമായി അയാൾ ഡിസ്കസ് ചെയ്തു. മറുവശത്ത് റസലാകട്ടെ വീണ്ടും ലെനയെ കാണാൻ ശ്രമിക്കുകയായിരുന്നു. ലെനയെ കണ്ട് വീണ്ടും ഒന്നുചേരാനുള്ള തന്റെ ആഗ്രഹവും മറ്റും റസൽ അവളോട് പ്രകടിപ്പിച്ചു. പക്ഷേ താനിപ്പോൾ വെസ്ലിയുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ് എന്നായിരുന്നു ലീനയുടെ മറുപടി. വീണ്ടും ഒന്നുചേരാൻ ഒരിക്കലും സാധിക്കില്ല എന്നും അവൾ പറഞ്ഞതിൽ നിന്നും റസൽ മനസ്സിലാക്കി. ഏറെ ദുഃഖമുണ്ടായിരുന്നെങ്കിലും പരസ്പരം സ്നേഹത്തോടെ ഇരുവരും വിട പറഞ്ഞു. അന്ന് അതിനുശേഷം തന്റെ അപകടത്തിൽ രണ്ടുപേർ മരിച്ച ഇടത്തേക്ക് റസൽ പോയി. ഒരു ബൊക്കയുമായി പോയ അവൻ അതവിടെ സമർപ്പിച്ച് തന്റെ പശ്ചാത്താപം അവിടെ വെച്ച് പ്രകടിപ്പിച്ചു. റസലാകെ ടയേർഡായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്കിൾ അവനെ കാട്ടിൽ വേട്ടയ്ക്ക് പോവാൻ വിളിക്കുന്നത്. റസൽ അങ്കിളിനൊപ്പം കാട്ടിൽ വേട്ടയ്ക്കായി പോയി. മറുവശത്ത് റോഡ്നിയും ജോൺ പെറ്റിയും ചേർന്ന് ഇല്ലീഗൽ ഫൈറ്റിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ജോൺ പെറ്റിക്കൊപ്പം റോഡ്നി ഹാർലാനെ മീറ്റ് ചെയ്തു. പക്ഷേ റോഡ്നിയെ കണ്ട ഹാർലാൻ ഇവനെ കണ്ടിട്ടൊരു ഫൈറ്ററിന്റെ ലുക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ അപമാനിക്കുകയും ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അത് റോഡ്നിയെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ദേഷ്യത്തിൽ താൻ അതിന് യോഗ്യനാണോ അല്ലയോ എന്നത് തെളിയിക്കാം എന്ന് പറഞ്ഞ് റോഡ്നി ഹാർലാനെ വെല്ലുവിളിച്ചു. തന്നെ അപമാനിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത ഹാർലാൻ റോഡ്നിക്കെതിരെ തിരിഞ്ഞു ചെന്നെങ്കിലും ജോൺ പെറ്റി ഇടപെട്ട് കാര്യങ്ങൾ രമ്യതയിലെത്തിച്ചു. ശേഷം റോഡ്നിയും ജോൺ പെറ്റിയും തമ്മിൽ സംസാരിക്കുകയാണ്. അടുത്ത ഇല്ലീഗൽ ഫൈറ്റിൽ റോഡ്നിക്ക് പങ്കെടുക്കാമെന്നും പക്ഷേ മാച്ച് ഫിക്സിംഗ് വഴി റോഡ്നി അതിൽ തോറ്റുകൊടുക്കണമെന്നും അതാണ് ഹാർലാനുമായുള്ള കരാറെന്നും ജോൺ പെറ്റി റോഡ്നിയോട് പറഞ്ഞു. ഹാർലാനോട് റോഡ്നിക്ക് ദേഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു മറുപടിയും റോഡ്നി പറഞ്ഞതുമില്ല. അധികം വൈകാതെ ആദ്യത്തെ ഇല്ലീഗൽ ഫൈറ്റ് അരങ്ങേറുകയാണ്. ഹാർലാനോടുള്ള ദേഷ്യം കൊണ്ട് മത്സരത്തിന്റെ ആരംഭത്തിൽ റോഡ്നി എതിരാളിയെ കണക്കിന് മർദ്ദിക്കുന്നുണ്ടായിരുന്നു. അതുകണ്ട് ജോൺ പെറ്റി ഒരു നിമിഷം ഭയന്നു നിന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞതും ജോൺ പെറ്റിയുടെ അപേക്ഷയും നിർദ്ദേശങ്ങളും നോക്കിക്കണ്ട റോഡ്നി തിരിച്ചടിക്കാതെ നിൽക്കുകയാണ്. അങ്ങനെ റോഡ്നി അതിൽ പരാജയപ്പെട്ടു കൊടുത്തു. എതിരാളി ക്രൂരമായിട്ടായിരുന്നു റോഡ്നിയെ തല്ലിയത്. റോഡ്നിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ജോൺ പെറ്റിക്ക് അറീനയിലേക്ക് ഇറങ്ങേണ്ടി പോലും വന്നു. ആ ഫൈറ്റിന് ശേഷം ഹാർലാൻ ജോൺ പെറ്റിയുടെ മുമ്പിലെത്തി. നമ്മുടെ ബിസിനസ് ഒക്കെ അടിപൊളിയായിട്ട് ഓക്കെ ആയിട്ടുണ്ട് എന്ന് ഹാർലാൻ പറഞ്ഞു. റോഡ്നിയുടെ ആ ഫൈറ്റിൽ ഹാർലാൻ ബെറ്റ് വെച്ചിരുന്നു. ബെറ്റിൽ വിജയിച്ച് ഹാർലാന് വേണ്ട പണവും കിട്ടിക്കഴിഞ്ഞു. സംഭവം എന്തെന്നാൽ ജോൺ പെറ്റി ഹാർലാന് കുറെ പണം കൊടുക്കാനുണ്ടായിരുന്നു. ഈ ഫൈറ്റോടെ ജോൺ പെറ്റി
പെറ്റിയുടെ കടവും ഇല്ലാതാകും എന്ന തരത്തിലായിരുന്നു ഹാർലാനുമായി കരാർ വെച്ചിരുന്നത്. എല്ലാം ഓക്കെയായി എന്ന് കരുതി ജോൺ പെറ്റിയും റോഡ്നിയും തിരികെ പോവാൻ ആരംഭിച്ചു. ഹാർലാനുമായി ഇനിയൊരു ഇടപാടുമില്ലല്ലോ, ഒക്കെ കഴിഞ്ഞല്ലോ എന്നൊരു ആശ്വാസം യാത്രാമധ്യേ ജോൺ റോഡ്നിയോട് പറയുന്നുമുണ്ട്. പക്ഷേ യാത്രാമധ്യേ ഹാർലാനും സംഘവും ജോണിന്റെ കാർ തടയുകയാണ്. വണ്ടിയിൽ നിന്നിറങ്ങി ഹാർലാൻ ജോണിന്റെ കാറിന്റെ അടുത്തേക്ക് ചെന്നു. ആ സമയം അബദ്ധത്തിൽ ജോണിന്റെ ഫോൺ കാറിന്റെ താഴേക്ക് വീഴുകയും ജോണിന്റെ ബാർടെൻഡറിന്റെ മൊബൈലിലേക്ക് വോയിസ് മെയിലായി കണക്റ്റായി കിടക്കുകയും ചെയ്തിരുന്നു. അവർ തമ്മിലുള്ള സംസാരം മുഴുവൻ അതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. ആ മെസ്സേജ് ജോണിന്റെ ബാർടെൻഡറിന്റെ മെസ്സേജ് ബോക്സിലേക്ക് അയക്കപ്പെടുകയും ഉണ്ടാകും. ഹാർലാൻ ജോണിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ നിന്റെ കടം ഞാൻ എഴുതി തള്ളിയിട്ടില്ല. ആ പണം ഇനിയും നീ തിരിച്ചു തരണം. പക്ഷേ ജോൺ അത് വിസമ്മതിക്കുകയാണ്. കാര്യം ബെറ്റ് വെച്ചപ്പോൾ വാഗ്ദാനം ചെയ്തിരുന്നത് അത്തരത്തിലാണല്ലോ. ജോൺ തന്നെ എതിർത്തതും ഹാർലാൻ ജോണിനെ വെടിവെച്ചങ്ങ് കൊലപ്പെടുത്തി കളഞ്ഞു. അവിടുണ്ടായിരുന്ന റോഡ്നിയെ പിടിച്ചുകെട്ടി തന്റെ വെയർഹൌസിലേക്ക് കൊണ്ടുപോകാനും ഹാർലാൻ തന്റെ ആളുകളോട് ഉത്തരവിട്ടു. ഇതേ സമയം മറുവശത്ത് റസലാകട്ടെ അങ്കിളിനൊപ്പമുള്ള വേട്ടയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയായിരുന്നു. റോഡ്നിയുടെ മുറിയിലേക്ക് റസൽ ചെന്നു നോക്കി. റസലിനായി അവിടെ ഒരു കത്തെഴുതപ്പെട്ടിരുന്നു. ഇത് തന്റെ അവസാനത്തെ ഇല്ലീഗൽ ഫൈറ്റിംഗ് മാച്ച് ആണെന്നും ഇത് കഴിഞ്ഞ് താനൊന്നിനും പോവില്ലെന്നും ചേട്ടനൊപ്പം സ്റ്റീൽ ഫാക്ടറിയിൽ ജോലിക്ക് വരാമെന്നും റോഡ്നി അതിൽ എഴുതിയിരുന്നു. ചേട്ടനോട് കയർത്ത് സംസാരിച്ചതിന് അവൻ ക്ഷമ ചോദിക്കുകയും ചെയ്തു. മറുവശത്താകട്ടെ റോഡ്നി ആ സമയം ഹാർലാന്റെ ആളുകളാൽ വല്ലാതെ ഉപദ്രവിക്കപ്പെടുകയായിരുന്നു. ആ സമയം ഹാർലാൻ അങ്ങോട്ടേക്ക് വന്നു. റോഡ്നിയോട് വലിയ കാര്യത്തിൽ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഹാർലാനെ ബീരു എന്ന് വിളിച്ച് റോഡ്നി കളിയാക്കി അപമാനിക്കുകയാണ്. പൊതുവെ ചെറിയ സൈക്കോ സ്വഭാവമുള്ള തന്നെ അപമാനിച്ചാൽ ക്രൂരമായി പ്രവർത്തിക്കുന്ന ഹാർലാൻ അതോടെ ക്ഷുഭിതനാകുന്നു. ഒട്ടും മടിക്കാതെ റോഡ്നിയെ ഹാർലാൻ വെടിവെച്ചു കൊല്ലുകയാണ്. റോഡ്നി കൊല്ലപ്പെട്ട ശേഷം റോഡ്നിയുടെ മൃതശരീരം കാടിന് നടുവിലേക്ക് കൊണ്ടുപോയി തള്ളിയേക്ക് എന്ന് ഹാർലാൻ തന്റെ ആളുകളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. പിറ്റേന്ന് പുലർച്ചെ റസലിന്റെ വീട്ടിലേക്ക് ഒരു വിസിറ്റർ എത്തിയിരുന്നു. പോലീസ് ഓഫീസർ വെസ്ലിയായിരുന്നു അത്. വെസ്ലിയെ കണ്ടതും ലേനയുടെ കാര്യം വല്ലതും പറയാനാണോ എന്ന് റസൽ ഒരു നിമിഷം ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ വെസ്ലി വന്നത് റസലിന്റെ സഹോദരൻ റോഡ്നി എവിടെയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നാലെ നടക്കുന്ന അന്വേഷണത്തിൽ നിന്നും ജോൺ പെറ്റി കൊല്ലപ്പെട്ടതായും ജോൺ പെറ്റിയുടെ കൂട്ടത്തിൽ ആ സമയമുണ്ടായിരുന്ന റോഡ്നിയെ കാണാതെ പോയതായും പോലീസ് ഓഫീസറിൽ നിന്നും റസൽ മനസ്സിലാക്കി. ബാർടെൻഡറുടെ വോയിസ് മെയിലിലേക്ക് ജോൺ കൊല്ലപ്പെട്ട സമയം വന്നിരുന്ന വോയിസ് മെയിലിൽ ഹാർലാന്റെ സംസാരം പതിഞ്ഞിരുന്നു. അതിൽ റോഡ്നിയെ പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു പോലീസ് റോഡ്നിയെ തിരഞ്ഞെത്തിയത്. തന്റെ സഹോദരനെ കാണാതായി അത്ര നേരം പിന്നിട്ടിട്ടും പോലീസിനെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ റസൽ അവരോട് ദേഷ്യപ്പെട്ടു. വെസ്ലിക്കും പോലീസ് സംഘത്തിനും അതിന് കഴിവില്ലെന്നൊക്കെ ആരോപിച്ചു. പിന്നാലെ തങ്ങളുടേതായ രീതിയിൽ അന്വേഷിക്കാൻ റസൽ തീരുമാനിക്കുകയാണ്. റസൽ അങ്കിളിനൊപ്പം ജോൺ പെറ്റിയുടെ ഓഫീസിലെത്തി ഹാർലാന്റെ അഡ്രസ് തപ്പി. അവിടുത്തെ ബാർടെൻഡറുടെ സഹായത്തോടെ ഹാർലാന്റെ അഡ്രസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കിട്ടാതെ വന്നതോടെ എവിടെയാണ് ഇല്ലീഗൽ ഫൈറ്റ് നടക്കുന്നതെന്ന് തനിക്കറിയാം എന്ന് ബാർടെൻഡർ റസലിനെ അറിയിച്ചു. ആ ഒരു അന്വേഷണത്തിൽ ജോൺ പെറ്റിക്ക് ഹാർലാനുമായി ഇടപാടുകൾ ഉണ്ടായിരുന്നെന്നും ഹാർലാന്റെ അടുക്കൽ നിന്ന് ജോൺ പെറ്റി വലിയൊരു പണം കടം വാങ്ങിയിരുന്നു. ആ കടക്കിണി തീർക്കുവാനാണ് ഇല്ലീഗൽ ഫൈറ്റിൽ റോഡ്നിയെ സൈൻ ചെയ്ത് ജോൺ പെറ്റി മത്സരിപ്പിച്ചതെന്നും റസൽ തിരിച്ചറിഞ്ഞു. ഇല്ലീഗൽ ഫൈറ്റ് നടക്കുന്ന ഇടത്തേക്ക് റസലും അങ്കിളും കൂടി പിന്നാലെ വെച്ചുപിടിക്കുകയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഹാർലാനെ കണ്ടെത്താൻ മുമ്പിലുള്ള ഒരേ ഒരു വഴി ഹാർലാന്റെ രീതി സ്വീകരിക്കുകയാണ് എന്ന് റസൽ തിരിച്ചറിഞ്ഞു. അതോടെ ഒരു പാർക്കിംഗ് ഏരിയയിൽ പോയി മയക്കുമരുന്ന് വാങ്ങുവാനെന്ന വ്യാജേന റസൽ ഹാർലാന്റെ ആളുകളുടെ അടുത്തെത്തി. പക്ഷേ ആദ്യം റസൽ ഒരു അണ്ടർ കവർ പോലീസുകാരനാണ് എന്നായിരുന്നു അവർ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ റസലിന് സാധനം സെർവ് ചെയ്യാൻ അവർ തയ്യാറായില്ല. എന്നിരുന്നാൽ തന്നെയും അവർ റസലിനെ ഹാർലാന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് റസലിന്റെ ആവശ്യപ്രകാരം കൊണ്ടുപോയി. മയക്കുമരുന്ന് വാങ്ങാനെന്ന വ്യാജേന അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടതുകൊണ്ട് റസലിന് കൂടുതലായൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവിടെ ഹാർലാനെ റസലിന് കണ്ടുകിട്ടിയതുമില്ല. റസൽ ഏറെ നിരാശനായി. അങ്കിളിനൊപ്പം റസൽ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന വഴിയിൽ അവിടുത്തെ ലോക്കൽ പോലീസുകാരൻ റസലിന്റെ വാഹനം തടഞ്ഞു. ആ പോലീസുകാരന് വെസ്ലിയിൽ നിന്നും റസലിനെയും അങ്കിളിനെയും സംരക്ഷിക്കാൻ നിർദ്ദേശം കിട്ടിയിരുന്നു. ഹാർലാൻ വളരെ വലിയ അപകടകാരിയാണെന്നും അയാളുടെ ഇടത്താണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ നിങ്ങൾ തുടർന്നാൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. അതുകൊണ്ട് മടങ്ങിപ്പോകൂ എന്ന് ആ പോലീസുകാരൻ റസലിനോടും അങ്കിളിനോടും ആവശ്യപ്പെട്ടു. അവർ ആ ബോർഡർ കടക്കുന്നവരെ തങ്ങൾ അവർക്ക് പ്രൊട്ടക്ഷൻ തരാമെന്നും പോലീസുകാരൻ റസലിനെ അറിയിച്ചു. അതല്ല അവിടെ തുടരാനാണെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും അയാൾ വാൺ ചെയ്തു. അതോടെ റസലിനും അങ്കിളിനും നിർബന്ധപൂർവം അവിടെ നിന്ന് പോരേണ്ടി വരികയാണ്. അടുത്ത ദിവസം റസൽ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ വെസ്ലി റസലിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. റോഡ്നിയുടെ ബോഡി കാടിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു എന്ന് വെസ്ലി ദുഃഖത്തോടെ റസലിനെ അറിയിച്ചു. റസൽ തന്റെ ധൈര്യത്തിൽ പിടിച്ചു നിൽക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു.
അന്നു വൈകിട്ട് റസലിന്റെ വീട്ടിലെത്തിയ പോലീസുകാരൻ വെസ്ലിയും മറ്റും റസലിനോടുള്ള അനുശോചനം രേഖപ്പെടുത്തി ഹാർലാൻ എത്രമാത്രം അപകടകാരിയാണെന്നും കൂടുതൽ പ്രശ്നങ്ങൾക്ക് പോകണ്ട എന്നും റസലിനെ വെസ്ലി ഉപദേശിക്കുക കൂടി ചെയ്തു. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. റസൽ തന്റെ നോർമൽ ജീവിതവുമായി മുമ്പോട്ടു പോവാൻ ശ്രമിച്ചെങ്കിലും ഒരേ ഒരു സ്നേഹനിധിയായ അനിയന്റെ മരണം റസലിനെ പിടിച്ചു കുലുക്കിയിരുന്നു. മറുവശത്ത് പോലീസ് ഹാർലാനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഹാർലാന്റെ വീടടക്കം റെയ്ഡ് ചെയ്തെങ്കിലും ഹാർലാനെ കിട്ടുന്നുമുണ്ടായിരുന്നില്ല. റസലിന്റെ നിരാശയും അതോടെ കൂടിക്കൂടി വന്നു. ഒടുവിൽ ഹാർലാനെ വകവരുത്തുവാൻ റസൽ തീരുമാനിച്ചിറങ്ങുകയാണ്. ജോണിന്റെ ഓഫീസിലേക്ക് റസൽ കയറി ചെന്നു. ജോൺ പെറ്റിയുടെ ഓഫീസിലെ ഡോക്യുമെന്റ്സിൽ നിന്നും ഹാർലാന്റെ ഫോൺ നമ്പർ ഒടുവിൽ റസലിന് ലഭിച്ചു. ഹാർലാനെ റസൽ അതോടെ നേരിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്തു. താൻ ജോൺ പെറ്റിയുടെ ആളാണെന്നും നിങ്ങൾക്ക് തരാനുള്ള പണം എന്റെ കൈവശമുണ്ടെന്നും അത് കളക്ട് ചെയ്യാൻ ഒരിടത്തേക്ക് ഹാർലാനോട് വരണമെന്നും റസൽ ആവശ്യപ്പെട്ടു. അന്ന് രാത്രിയിൽ റസൽ പറഞ്ഞിടത്തേക്ക് ഹാർലാനും തന്റെ ഒരാളും കൂടി വന്നു ചേരുകയാണ്. ജോൺ പെറ്റിയുടെ ബാർടെൻഡറും അവിടെ ഉണ്ടായിരുന്നു. തന്നെ വിളിച്ചത് ആരാണ് എന്ന് ചോദിച്ച് ഹാർലാൻ ജോൺ പെറ്റിയെ ചോദ്യം ചെയ്തു. ബാർടെൻഡറിൽ നിന്ന് വിവരം കിട്ടില്ലെന്ന് കണ്ടതും ഹാർലാൻ അയാളെ വെടിവെച്ചു കൊല്ലുകയാണ്. മറുവശത്ത് റസലാകട്ടെ തന്റെ ഗണ്ണുമെടുത്ത് ഹാർലാനെ വേട്ടയാടാൻ തയ്യാറായി നിന്നു. പക്ഷേ ഹാർലാൻ അത് തിരിച്ചറിഞ്ഞ് പുറത്തു കടക്കുകയും കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ കാർ സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല. അതോടെ ഹാർലാൻ അടുത്തുള്ള ഫാക്ടറിയിലേക്ക് ഓടിക്കയറുകയാണ്. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ തന്നെ നടന്നു. ഇതിനിടയിൽ റസൽ ഹാർലാന്റെ കാലിലേക്ക് വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും എഴുന്നേറ്റ ഹാർലാൻ അവിടെ നിന്ന് തൊങ്ങിയാണെങ്കിലും പുറത്തു കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഹാർലാൻ കാട് ലക്ഷ്യമാക്കിയായിരുന്നു മുമ്പോട്ട് പോയത്. റസൽ ഹാർലാന്റെ പിന്നാലെ ചെന്നു. ഒരു ഘട്ടത്തിൽ ഹാർലാൻ മുമ്പോട്ട് നടന്നു പോകുന്നത് നോക്കി റസൽ ഒരിടത്തിരുന്നു. ഓഫീസർ വെസ്ലിയും അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. റസലിനോട് ഒന്നും ചെയ്യരുത്, നിയമ നടപടികൾ സ്വീകരിക്കാം എന്ന് വെസ്ലി വിളിച്ചു പറഞ്ഞെങ്കിലും റസൽ അത് കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല. തന്റെ തോക്കെടുത്ത് റസൽ ഹാർലാനെ വെടിവെച്ചു കൊന്നു. പിന്നീട് സ്വസ്ഥമായി തന്റെ വീട്ടിലിരിക്കുന്ന റസലിനെയാണ് നമ്മൾ കാണുന്നത്. വെസ്ലി ഒരുപക്ഷെ കേസുകളുടെ നൂലാമാലകളിൽ നിന്ന് റസലിനെ രക്ഷപ്പെടുത്തിയിരിക്കണം. കൊല്ലപ്പെട്ടത് ഒരു കൊടും ക്രിമിനലാണല്ലോ. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.